എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ആർ ബോത്ത് ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ 8 മണിക്കൂർ ജോലി ചെയ്തു എന്നുള്ളതാണോ പ്രധാനം? അതായത് അതിൻ്റെ അളവാണോ പ്രധാനം? അതോ നമ്മൾ ചെയ്ത ജോലിയുടെ ആ ഒരു ഗുണനിലവാരമാണോ? അതിൻ്റെ ക്വാളിറ്റി ആണോ? അപ്പോൾ മിക്കപ്പോഴും നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എത്ര മണിക്കൂർ ജോലി ചെയ്താലും അതിൽ കാര്യമില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്ത് വന്നു എന്നുള്ളതാണ് പ്രധാനം. ശരിയാണ്, നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ ഇവിടെ ചാണക്യൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. അതായത് അളവും അതേപോലെ തന്നെ ഗുണനിലവാരവും. അദ്ദേഹം ഇവിടെ പറയുന്ന ഒരു ചെറിയ ഒരു ഉദാഹരണം ഇതാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ആ 50 കുട്ടികളിൽ ചിലപ്പം ഒരുപക്ഷെ നല്ലപോലെ പഠിക്കുന്നത് ഒരു 5 കുട്ടികളായിരിക്കാം, ടോപ്പ് 5 ആയിട്ടുള്ള കുട്ടികൾ. എന്ന് വെച്ച് ആ ബാക്കിയുള്ള 45 കുട്ടികളും അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമില്ല, അല്ലെങ്കിൽ അവരെ ഫോക്കസ് ചെയ്യേണ്ട എന്ന് ഒരിക്കലും പറയുന്നില്ല. ഒരു നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നല്ലൊരു നേതാവിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നതാണ്. തീർച്ചയായിട്ടും ആ 5 പേര് നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ബാക്കി 45 പേരുടെയും ആ ഒരു പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഇപ്പോൾ ചാണക്യൻ തന്നെ നല്ലൊരു അധ്യാപകനായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ചന്ദ്രഗുപ്ത മൗര്യനെ പോലെ വളരെ വിജയകരമായിട്ടുള്ള ചില വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് മുന്നോട്ട്. എന്ന് വെച്ച് മറ്റു കുട്ടികൾ ഒരു വേസ്റ്റ് ആണ് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല. അപ്പം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. നമ്മൾ നടത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിലും നമ്മുടെ ഒരു കുടുംബമാണെങ്കിലും സമൂഹമാണെങ്കിലും കഴിവുള്ളവരുണ്ടാകും, കഴിവില്ലാത്തവരുണ്ടാകും. രണ്ടും തുല്യ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കി പോകും. അപ്പം നമുക്ക് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ ഒരു മേൽനോട്ടം വഹിക്കുകയും കൂടെ നമ്മൾ ചെയ്യണം. പക്ഷെ പലപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ആളുകളിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. അത് തെറ്റാണ്. കാരണം തുല്യമായിട്ട് അല്ലെങ്കിൽ ഇതേ സ്ഥാനത്ത് എത്താൻ കഴിവുള്ള ആളുകൾ ഒരുപക്ഷെ ആ ബാക്കിയുള്ളവരിൽ ഉണ്ടാകാം. അത് കണ്ടെത്തി അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു നേതാവിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം എല്ലാവരെയും നമ്മൾ തുല്യമായിട്ട് തന്നെ കാണുക. കാരണം ഈ കൂട്ടത്തിൽ നിന്നും ഇനിയും ആളുകൾ ഒരുപക്ഷെ മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നേതാക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു നേതാവിൻ്റെ വലിയൊരു ലക്ഷണം എന്ന് മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചാണക്യൻ്റെയും വലിയൊരു പ്രിൻസിപ്പിൾ അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിൽ ഈ ഒരു കാര്യം ഒന്ന് ഓർക്കുക. രണ്ടും നമുക്ക് പ്രാധാന്യമുള്ള കാര്യമാണ്. ആളുകൾ കൂടുതലായിട്ടും വേണം, അതേപോലെ തന്നെ നല്ല ജോലി ചെയ്യുന്ന ആളുകളും നമുക്ക് തീർച്ചയായിട്ടും വേണം. അപ്പം അളവും ഗുണനിലവാരവും, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ഓർക്കുക. അങ്ങനെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച് നമ്മുടെ സ്ഥാപനത്തെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.